ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഇല്ലേ, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ക്രോസ് സ്റ്റിച്ചിന്റെ ബെഡ്ഷീറ്റ്, പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് വിരിച്ചാലും നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ്. ഈ ബെഡ്ഷീറ്റുകളെല്ലാം നല്ല കോട്ടൺ ആട്ടോ. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഇന്ന് പലതരത്തിലുള്ള ബെഡ്ഷീറ്റുകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇതുപോലെ നല്ല സ്ട്രോബെറി പഴങ്ങളോട് കൂടിയ നല്ല ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്ത ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ സൈഡിൽ ഇത് പില്ലോ കവർ ആണ്. ഇതിന്റെ സൈഡിൽ ഇതുപോലെ ലേസ് വെച്ചിട്ടുണ്ട്. ഈ ബെഡ്ഷീറ്റിൽ ഇതുപോലെ 9 പൂക്കളുണ്ട് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആണ്. അത് തന്നെയല്ല, വെറൈറ്റി കളേഴ്സും അവൈലബിൾ ആണ്. അത് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ കളർ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഫോട്ടോസ് അയക്കുമ്പോഴും കുറച്ച് ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും കേട്ടോ, കാരണം ഇതെല്ലാം ക്യാമറയൊക്കെ ആണല്ലോ. ഇതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഈ ഒരു മെറ്റീരിയൽ ജക്കാർഡ് കോട്ടൺ ആണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയുവാണ്, കുറച്ച് സോഫ്റ്റ് ആണ്, തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ തന്നെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റുകളും അവൈലബിൾ ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല പ്രിന്റുകൾ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, 100% കോട്ടൺ ആണ്. ഈ ബെഡ്ഷീറ്റുകൾ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഒത്തിരി സോപ്പ് പൊടി ഇടരുത്. സോപ്പ് ലിക്വിഡ് ലൈറ്റ് ആയിട്ട് ഇടാവുള്ളൂ. ഇൻ കേസ് സോപ്പ് പൊടിയാണ് ഇടുന്നെങ്കിൽ കുറച്ച് ഇടാവുള്ളൂ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകളാണ്. ഇതിന്റെ പില്ലോ കവർ വന്നിട്ട് ഇതുപോലെയാണ്. ഇതാണ് ഇതിന്റെ പില്ലോ കവർ കേട്ടോ. ഇതിന്റെ പില്ലോ കവർ കോൺട്രാസ്റ്റ് പോലെയല്ല, അതായത് ഈ ഇടയ്ക്കത്തെ ഈ പൂവാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിവേഴ്സിബിൾ ആയിട്ട് ഇതുപോലെ നല്ല ഗ്രേ കളറിലും ഉണ്ട് കേട്ടോ. ഇതും ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും വന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ബെഡ്ഷീറ്റ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആട്ടോ. പക്ഷെ നമുക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുള്ള ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇല്ല ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഇതിനകത്ത് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണ്. അവരുടെ രീതിയിലാണ് അവർക്കത് അറിയത്തുള്ളൂ. കുറച്ച് പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കുഞ്ഞും പറഞ്ഞു തന്നു. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒന്നും ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റ്. ഇതിൻ്റെ ഇനി നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി പീസസ് നമ്മൾ പുതിയതായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സൈഡ് ബോർഡർ വരുമ്പം ഈ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇതിനൊക്കെ ഒരു കഥകളുണ്ട് കേട്ടോ. അത് ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇതിന്റെ കഥകളൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടമാകും. ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. അതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. അത് നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഇനി വന്ന് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ സെന്റർ പോർഷൻ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. സെന്റർ പോർഷൻ നല്ല ലൈറ്റ് വെയിറ്റ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു ഷീറ്റ് ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറ്. സെന്റർ പോർഷനിൽ കുഞ്ഞൊരു മഞ്ഞ പൂവുണ്ട് കേട്ടോ. നല്ലൊരു ഗ്രേ കളർ, ഇടയ്ക്ക് ഒരു കുഞ്ഞൊരു മഞ്ഞ. നമ്മൾ വിരിച്ചിട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഇതിന്റെ കൂടെ ഇല്ലേ നല്ലൊരു മഞ്ഞ കളറോ ഓറഞ്ച് കളറോ ഒരു കുഷ്യൻ കവറും കൂടെ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. ഇത് കണ്ടോ. ഇനി അടുത്തത് നല്ല ചെമ്പരത്തി പൂവാ. ഇത് ആക്ച്വലി ചെമ്പരത്തി പൂവാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇതുപോലെയൊക്കെ ഉള്ള ചെമ്പരത്തി പൂവിന്റെ കളർ ഉണ്ടോ ആർക്കറിയാല്ലേ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു പൂവ്. സൈഡ് ബോർഡർ വന്നിട്ട് അതിന് നല്ല മാച്ച് ചെയ്യുന്ന നല്ലൊരു കളറാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഈ കിങ് സൈസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17 × 27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് ഒക്കെ കുറച്ചുകൂടി വലുതാണ് കേട്ടോ. കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പില്ലോസ് ഒക്കെ ഇല്ല, അതൊക്കെ നമുക്ക് കയറാൻ പറ്റണം. ഒരുമാതിരിപ്പെട്ട എല്ലാ പില്ലോസും അതിനകത്ത് കയറുവേ. പിന്നെ ഒത്തിരി അന്തക്കാട്ടം ഒന്നും കയറത്തില്ല കേട്ടോ. ഇനിയുള്ളത് നല്ലൊരു പൂവാട്ടോ. ഇപ്പൊ പൂക്കളൊക്കെ നല്ല പൂക്കളൊക്കെ ഇപ്പം ഈ ഭയങ്കര വെയിലായതുകൊണ്ട് മുഴുവൻ ഉണങ്ങി പോവല്ലേ. അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുമല്ലേ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഓറഞ്ച് കളറും നല്ല 2 ഉടുപ്പിന്റെ കളറും കൂടി ഉള്ള നല്ലൊരു ബെഡ്ഷീറ്റ് അല്ലേ. അതുപോലത്തെ പൂവല്ലേ എൻ്റെ ഉടുപ്പിലും ഇരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട്. ഇതൊന്നും വെട്ടി തയ്ച്ചല്ല കേട്ടോ, നീ അങ്ങനെ ചോദിക്കരുതേ. 2 വലിയ പില്ലോ കവേഴ്സ്. ഈ കിങ് സൈസിന്റെ മെഷർമെന്റ് വന്നിട്ട് 100 × 108 ഇഞ്ചസ് ആട്ടോ. നമ്മൾ ചില ദിവസം നമ്മളിങ്ങനെ
ഒത്തിരി ആലോചിക്കും. ഈ കാര്യം ചെയ്താൽ ശരിയാവുമോ, ആ കാര്യം ചെയ്താൽ ശരിയാവുമോ, എങ്ങനെ ശരിയാവും, ഇതൊക്കെ നന്നാവുമോ എന്നൊക്കെ ആലോചിക്കുവേ. അതായത് ഈ ബെഡ്ഷീറ്റ് കൊള്ളാവോ എന്നാണ് ഞാൻ എക്സാമ്പിൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനെക്കുറിച്ച് കുറച്ച് നേരം ആലോചിച്ച്, കുറച്ച് നേരം പഠിച്ച് പയ്യെ പോയി ചെയ്താൽ മതി. അപ്പം അതെല്ലാം ശരിയാവും കേട്ടോ. ഒരു ബെഡ് വിരിക്കണമെങ്കിലും ഒന്ന് പയ്യെ നല്ലതായിട്ട് ഭംഗിയായിട്ടൊക്കെ വേണ്ടേ വിരിക്കാൻ. നല്ല ഭംഗിയായിട്ട് ഇപ്പം നമ്മൾ അടുപ്പേ കൊണ്ടേ വേഗം കൊണ്ട് പാത്രം വെച്ച കറി ഉണ്ടാകത്തില്ല. അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് എല്ലാം കൂടെ ചെയ്താലല്ലേ കറി ഉണ്ടാകത്തുള്ളൂ. അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പയ്യെ പയ്യെ ആകത്തുള്ളൂ. അപ്പം വേഗം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നേക്കാളും വലുതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല 2 പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. മാഗ്നിസ്കേപ്സിന് കടയിൽ വരേണ്ട വഴി നമ്മുടെ വൈറ്റിലേന്നും എറണാകുളത്ത് വൈറ്റിലേന്നും കടവന്ത്രയെന്നും നമ്മൾ വരുമ്പോൾ പില്ലർ നമ്പർ 795 അവിടെ വരണം. അവിടുന്ന് നമ്മൾ ചെറുപറമ്പത്ത് റോഡിൽ വരണം. ആ വഴിയിലോട്ട് കയറുമ്പോഴാണ് ചെറുപറമ്പത്ത് റോഡ് എന്ന ആ വഴിയുടെ പേര്. ആ ചെറുപറമ്പത്ത് റോഡിൽ കയറുമ്പോൾ ഫസ്റ്റ് ക്രോസ് റോഡാണ് നമ്മുടെ സ്ഥലമുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലോട്ട് ആദ്യത്തെ ബിൽഡിംഗ്, അവിടെ പാർക്കിംഗ് ഉണ്ട്. ഇൻ കേസ് അവിടെ വേറെ വണ്ടികളുണ്ടെങ്കിൽ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ തന്നെ ബാക്കിൽ നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് നോക്കണം, നന്നായിട്ട് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കണം. നമ്മളോട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയമോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെഷർമെന്റ് പല ആൾക്കാർക്കും സംശയമാണ്, പഴയ കാലത്താണോ പുതിയതാണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ഇട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു.